Surface area of a sphere is 36 pi centimeter square. Find the radius of the sphere. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ആരം എത്ര? നമുക്ക് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം തന്നിട്ടുണ്ട് 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നതിൻ്റെ സൂത്രവാക്യം 4 പൈ ആർ സ്ക്വയർ ആണ്. 4 പൈ ആർ സ്ക്വയർ. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നതിൻ്റെ സൂത്രവാക്യം 4 പൈ ആർ സ്ക്വയർ. അത് നമുക്ക് തന്നിട്ടുണ്ട് 36 പൈ. അപ്പോൾ 4 പൈ ആർ സ്ക്വയർ സമം 36 പൈ. ഈ സമവാക്യത്തിൽ നമുക്ക് സമത്തിൻ്റെ ഇരുവശത്തും പൈ ഉണ്ട്, അത് വെട്ടിക്കളഞ്ഞ് ബാക്കി 4 ആർ സ്ക്വയർ സമം 36. 4 ആർ സ്ക്വയർ സമം 36. ഇതിന്ന് ആർ സ്ക്വയർ കാണാൻ ഇൻറ്റു 4 എടുക്കുമ്പോൾ ബൈ 4 എന്നാവും. അപ്പോൾ ആർ സ്ക്വയർ സമം 36 ബൈ 4 സമം 9. ആർ സ്ക്വയർ സമം 9 ആണെങ്കിൽ ആർ കാണാൻ 9ൻ്റെ റൂട്ട് കാണുക. 9 റൂട്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ആർ കിട്ടി, അതായത് ആരം 3 സെൻറ്റിമീറ്റർ. റൂട്ട് ഓഫ് 144 പ്ലസ് റൂട്ട് ഓഫ് 0.0169 മൈനസ് റൂട്ട് ഓഫ് 4.41. റൂട്ട് ഓഫ് 144ൻ്റെ റൂട്ട് 12 ആണ്. 12 ഇൻറ്റു 12 ആണ് 144. അപ്പോൾ റൂട്ട് ഓഫ് 144 എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് റൂട്ട് ഓഫ് 0.0169. ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമുക്ക് ആ ഡെസിമൽ ഒഴിവാക്കുക, എന്നിട്ട് സംഖ്യയുടെ മാത്രം ഡെസിമൽ ഒഴിവാക്കിയിട്ട് സംഖ്യയുടെ മാത്രം റൂട്ട് കാണുക. ഇവിടെ ഡെസിമൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വരില്ല. 169 എന്ന് വരും. 169ൻ്റെ റൂട്ട് 13 ആണ്. 13 ഇൻറ്റു 13 ആണ് 169. അപ്പോൾ 169ൻ്റെ റൂട്ട് 13 എന്ന് എഴുതുക. ഇനി നമുക്ക് ദശാംശം ഇപ്പോൾ കണക്കാക്കിയിട്ടില്ല. ദശാംശം നോക്കിയിട്ട് ഇതിൽ ദശാംശം നീക്കണം. ഇതിൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട്? ദശാംശം കഴിഞ്ഞിട്ട് 1, 2, 3, 4 അക്കണ്ട്. ദശാംശം കഴിഞ്ഞിട്ട് 4 അക്കണ്ട്. റൂട്ട് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക. ദശാംശ സ്ഥാനങ്ങൾ ഇവിടെ 4 എണ്ണമാണ്. അതിൻ്റെ പകുതി 4/2, 2 വരും. 4/2 2 ആണ്. എന്നിട്ട് ഈ എഴുതിയ ഉത്തരത്തിൽ 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 1, 2 സ്ഥാനം ഇടത്തോട്ട് നീക്കിയിട്ട് ദശാംശം ഇടുക. 0.13. അപ്പോൾ റൂട്ട് ഓഫ് 0.0169 എന്ന് പറയുന്നത് 0.13. അതുപോലെ കുറയ്ക്കണം. 4.41ൻ്റെ റൂട്ട് ഇവിടെ ചെയ്ത പോലെ നമ്മൾ ആദ്യം ദശാംശം ഒഴിവാക്കുക, എന്നിട്ട് റൂട്ട് കാണുക. ദശാംശം ഒഴിവാക്കിയ സംഖ്യ എന്ത് വരും? 441. 441ൻ്റെ റൂട്ട് 21 ആണ്. 21 ഇൻറ്റു 21 ആണ് 441. അപ്പോൾ ദശാംശം ഒഴിവാക്കി നമ്മൾ റൂട്ട് കണ്ടു. ദശാംശം ഒഴിവാക്കിയ 441, അതിൻ്റെ റൂട്ട് 21. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദശാംശം നീക്കണം. ദശാംശം നീക്കാൻ ഇതിൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട്? ദശാംശം കഴിഞ്ഞിട്ട് 1, 2 അക്കണ്ട്. റൂട്ട് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക. 2/2 എത്രയാണ്? 1 ആണ്. എന്നിട്ട് ഇവിടെ 1 അല്ലേ കിട്ടിയേ, ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. ഈ 21-ലെ ഒരു സ്ഥാനം ഇടത്തോട്ട്. ഇപ്പോൾ 2.1 വരും. ഇനി നമ്മൾ 12ൻ്റെ കൂടെ 0.13 കൂട്ടുക. 12 0.13 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 12.13 എന്ന് വരും. അതിന്ന് 2.1 കുറയ്ക്കണം. 2.1 കുറയ്ക്കുമ്പോൾ 3, ഇവിടെ 0, ദശാംശം ഇട്ടു, 12 2 കുറച്ചാൽ 10. ഉത്തരം 10.03. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 + 3 + 5 + 7 + etc. + 21. 1 + 3 + 5 + 7 + etc. + 21. 1 മുതൽക്ക് 21 വരെയുള്ള ഇത് ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ 1 മുതൽക്ക് 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണുന്നത്. 1 മുതൽ 21 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ കാണണം. ആദ്യം മുതൽക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒരു സൂത്രവാക്യമുണ്ട്, n² ആണ്. തുടക്കം മുതൽക്ക് 1 മുതൽക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ, എത്രയെങ്കിലും ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം n² ആണ്. n എന്ന് പറഞ്ഞാൽ എണ്ണം. അപ്പോൾ എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് 1 മുതൽക്ക് 21 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്, 1 മുതൽക്ക് 21 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്, അതാണ് n പറഞ്ഞാൽ എണ്ണാണ്. 1 മുതൽക്ക് 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണാൻ അവസാനത്തെ ഒറ്റ സംഖ്യയുടെ കൂടെ 1 കൂട്ടുക, 21ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 22. അതിൻ്റെ പകുതി എടുത്താൽ മതി. 22ൻ്റെ പകുതി 11. അതായത് 1 മുതൽക്ക് 21 വരെ 11 ഒറ്റ സംഖ്യകളാണുള്ളത്. 1 മുതൽക്ക് 21 വരെ 11 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ സംഖ്യകൾ വരുമ്പോൾ എണ്ണം കാണാൻ ആദ്യം മുതൽക്ക് ഉണ്ടാവണം. 1 മുതൽക്ക് ഉണ്ടെങ്കിൽ എണ്ണം കാണാൻ അവസാനത്തിൻ്റെ കൂടെ 1 കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 11 വരും. ഇനി n² വന്നാൽ n-ൻ്റെ വില 11 ആണ്. 11². ഉത്തരം 121.